കോളിളക്കത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിനു വേണ്ടി മദ്രാസിലെത്തിയ ജയൻ നടൻ കുഞ്ചന്റെ മുറിയിലെത്തി. തന്റെ ബ്രീഫ് കേസ് അവിടെ വെച്ചിട്ടായിരുന്നു കോളിളക്കത്തിന്റെ ചിത്രീകരണ സ്ഥലത്ത് പോയത്. അക്കാലത്ത് ജയൻ എവിടെ ഷൂട്ടിന് പോകുന്ന സമയവും കയ്യിൽ ഒരു ബ്രീഫ് കേസ് തൂക്കിപ്പിടിച്ചിരിക്കും. അതിനുള്ളിൽ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഷർട്ടുകളും പിന്നെ ബെൽറ്റും വിഗും എല്ലാം ആയിരിക്കും. ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും കൊടുക്കുന്ന ഷർട്ടുകൾ ജയൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളായിരുന്നു. കോളറിന്റെ ഭാഗത്ത് വേറെ കളറും കൈയുടെ സ്ലീവിന് വേറെ കളറുമൊക്കെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഷർട്ടുകളായിരുന്നു ജയന് പ്രിയം. അതുകൊണ്ട് ഷർട്ടുകൾ ജയൻ സ്വന്തം ഡിസൈൻ ചെയ്തായിരുന്നു തയ്പ്പിച്ചത്. കോളിളക്കത്തിന്റെ ഷൂട്ടിങ്ങിന് പോയ ജയൻ അപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മലയാള സിനിമ ഒരു നിമിഷം നിശ്ചലമായി. ജയന്റെ മരണം പലരും പല ഊഹാപോഹങ്ങൾ നിറച്ച് കഥകളും മെനഞ്ഞു. പക്ഷേ അടുത്ത ദിവസം മദ്രാസിൽ കുഞ്ചനെ തേടി ഫോൺ കോളുകൾ പ്രവഹിച്ചു. ജയൻ ഏൽപ്പിച്ച പെട്ടിയും അതിനുള്ളിലെ 25 ലക്ഷം രൂപയും എവിടെ ഒളിപ്പിച്ചു എന്നതിന്റെ ഉത്തരമായിരുന്നു പലർക്കും അറിയേണ്ടിയിരുന്നത്. തൊട്ടടുത്ത ദിവസം മറ്റൊരു രീതിയിലായിരുന്നു കഥ ഇറങ്ങിയത്. ജയന്റെ പെട്ടിയും 25 ലക്ഷവും ഷീലയും കുഞ്ചനും ചേർന്ന് അടിച്ചു മാറ്റി എന്നായിരുന്നു വാർത്ത. പക്ഷേ കുഞ്ചൻ ഉടനെ അന്നത്തെ താരസംഘടനയായ മാൽക്കയുമായി ബന്ധപ്പെട്ട് പെട്ടി അവരെ ഏൽപ്പിച്ച് തന്റെ നിരപരാധിത്വം തെളിയിച്ചു. അപ്പോഴും പണം എന്ത് ചെയ്തു എന്ന് അന്വേഷിച്ചുള്ള ഫോൺ കോളുകൾ കുഞ്ചനെ തേടി ദിനംപ്രതി വന്നുകൊണ്ടിരുന്നു. ഇതിനിടെ പണം ചോദിച്ചു വിളിച്ച ജയന്റെ ഒരു ബന്ധുവിനോട് സഹകെട്ട് കുഞ്ചൻ പറഞ്ഞു, ആ 25 ലക്ഷം നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ എന്നെ ഏൽപ്പിച്ചത്. എന്നാൽ കേട്ടോ, ഞാൻ എടുത്തു. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ.